നമസ്കാരം. വളരെ ചെറിയൊരു മാനേജ്മെന്റ് പാഠം പറഞ്ഞുതരാം. നമ്മുടെ മനുഷ്യന്റെ തലച്ചോറിന് 4 തരത്തിലുള്ള രീതികളുണ്ട്. 4 തരത്തിലുള്ള തലച്ചോറുകളുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഒരു ടൈപ്പ് തലച്ചോറ്, ഒരു വിഭാഗം ആളുകളുടെ തലച്ചോറ് വരുന്നത് ചൈൽഡ് ബ്രെയിൻ ആയിരിക്കും. ചൈൽഡ് ബ്രെയിൻ. രണ്ടാമത് വരുന്നത് മങ്കി ബ്രെയിൻ. മൂന്നാമത് വരുന്നത് CEO ബ്രെയിൻ. നാലാമത് വരുന്നത് മോൺസ്റ്റർ ബ്രെയിൻ എന്ന് പറയും. ഇനി അതെന്താണെന്ന് പറഞ്ഞുതരാം. നമ്മൾ സാധാരണ ഈ ചെറിയ കുട്ടികൾ, ശൈശവത്തിലുള്ള കുട്ടികൾ, ജനിച്ചു വളർന്നു തൊട്ട് ഒരു 3 വയസ്സ് വരെയുള്ള കുട്ടികൾ, അവരുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കാമൻ കൂളായിട്ട് കിടന്നുറങ്ങും. പ്രത്യേകിച്ച് അങ്ങനെ ആക്ടിവിറ്റി കാര്യങ്ങളൊന്നും വല്ലാതെ ഉണ്ടായിരിക്കില്ല. അവര് റുട്ടീൻ ലെവലിൽ അങ്ങനെ പതുക്കെ സ്ലോ ആയിട്ട് പോകും. ആ സ്വഭാവമുള്ള ആളുകൾ വലുതായി കഴിഞ്ഞാലും ആ സ്വഭാവമുള്ള ആളുകളുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ചൈൽഡ് ബ്രെയിൻ എന്നുള്ള ലെവലിലായിരിക്കും. ഇനി അടുത്തത് വരുന്നത് മങ്കി ബ്രെയിൻ എന്ന് പറയും. അതായത് കുട്ടിക്കുരങ്ങന്റെ മാതിരിയായിരിക്കും ഈ ആളുകളുടെ അവസ്ഥ. ഒരു 3 വയസ്സ് കഴിഞ്ഞാൽ ഈ കുട്ടികളൊക്കെ 3 വയസ്സില് മുച്ചിപ്രാന്തെന്നോ നട്ടപ്രാന്തെന്നോ അങ്ങനെന്തോ പറയില്ലേ, അതേപോലെ കുട്ടിക്കുരങ്ങന്റെ മാതിരി ചാടി കളിച്ച് അവിടെ ഇവിടെയൊക്കെ പോയി അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആകണ്ട അലമ്പ് ഉണ്ടാക്കി നടക്കുന്ന സ്വഭാവം ഉണ്ടാവും. ഇങ്ങനെയുള്ള ആളുകളുടെയാണ് ബ്രെയിനിന് നമ്മൾ പറയുന്ന പേരാണ് മങ്കി ബ്രെയിൻ എന്ന് പറയും. അത് എത്ര വയസ്സെന്നുള്ളതൊന്നും ഇവിടെ വിഷയമല്ല. അത് അങ്ങനെയുള്ള ആളുകൾ പലപ്പോഴും നമ്മുടെ പൊതുജീവിതത്തിൽ ഒരുപാടുണ്ട്. ഇനി അടുത്ത ബ്രെയിൻ എന്ന് പറയുന്നതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള CEO ബ്രെയിൻ. CEO എന്ന് പറഞ്ഞാൽ എന്താ? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. അതായത് ഒരു കമ്പനിയുടെ CEO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ഓൾ ഇൻ ഓൾ ആണ്. വേണ്ട മാതിരി ഡിസിഷൻസ് എടുക്കുക, വേണ്ട കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുക, വേണ്ട രീതിയിൽ കാര്യങ്ങൾ ഇടപെടുക എന്നൊക്കെ ചെയ്യുന്നതാണ് ഒരു സിഇഒയുടെ ഹാബിറ്റ്. അപ്പൊ നമ്മൾ CEO ബ്രെയിനുള്ള ആളുകളെയാണ് മറ്റ് കാറ്റഗറി വരുന്നത്. അവസാനത്തെ ഒരു കാറ്റഗറി വരുന്നത് മോൺസ്റ്റർ ബ്രെയിൻ. മോൺസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ പാഞ്ഞ് നടക്കുക. ഒരു മോൺസ്റ്റർ ലെവലിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറന്ന് കളിച്ച് നടക്കുന്ന ഒരു ടീമാണ് മോൺസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത്. വരും വരായികൊന്നും ചിന്തിക്കാതെ അങ്ങനെയുള്ള ഒരു ടീം, അതാണ് മോൺസ്റ്റർ ബ്രെയിൻ. അപ്പൊ ഇതെല്ലാം പ്രായഭേദമന്യേ ലിംഗഭേദമന്യേ സാധാരണ ആളുകൾക്ക് ഉണ്ടാവുന്ന ഓരോരോ ഒരു ബ്രെയിനിന്റെ സവിശേഷതകളാണ്. അപ്പൊ നമുക്ക് ഏറ്റവും അധികം വേണ്ടത്, എന്തായാലും വേണ്ടത് CEO ബ്രെയിൻ ആണ്. അതായത് മെച്ചൂർഡ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക, മെച്ചൂർഡ് ആയിട്ട് ആക്ട് ചെയ്യുക, വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യുക കാര്യങ്ങളെ, അതിനൊക്കെയാണ് CEO ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇനി വേറൊരു ടോക്കുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു വെരി മച്ച്.